പാലക്കാട് CPIM-ൽ നിന്ന് രാജിവെച്ചവരിൽ ഒരു വിഭാഗം BJP-യിലും മറുവിഭാഗം കോൺഗ്രസിലും ചേർന്നു. ഒരുമിച്ച് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചവരാണ് അപ്രതീക്ഷിതമായി രണ്ടായി പിരിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് തേങ്കുറിശ്ശിയിൽ CPM-ൽ നിന്നും കുറച്ചുപേർ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത്. ആ ചേരാൻ തീരുമാനിച്ചവരുടെ ചിത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. കുഴൽമന്നം മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ, അതോടൊപ്പം തന്നെ SFI-യുടെ മുൻ ഏരിയ സെക്രട്ടറി ലെനിൻ. പക്ഷേ ഒരു മാറ്റം ഇന്ന് രാവിലെ നടന്നു. ഈ കൂട്ടത്തിലുള്ള ലെനിൻ ഇന്ന് രാവിലെ BJP-യിൽ ചേർന്നു. കോൺഗ്രസ്സുകാർ ഇവർക്ക് സ്വീകരണം നൽകാൻ വേണ്ടി വെച്ച ഈ ബോർഡുകളിലെല്ലാം ലെനിൻ്റെ ചിത്രമുണ്ട്. അപ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു പാർട്ടി മാറ്റം. കുഴൽമന്നം ഏരിയ കമ്മിറ്റി അംഗം M. വിജയനും SFI മുൻ ഏരിയ സെക്രട്ടറി ലെനിനും ഉൾപ്പെടെ 10ഓളം പേർ കോൺഗ്രസിൽ ചേരാനാണ് ആദ്യം തീരുമാനിച്ചത്. ഇവർക്ക് സ്വീകരണം നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചു. എല്ലാവരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ബോർഡും സ്ഥാപിച്ചു. പക്ഷേ നേരം വെളുത്തപ്പോൾ ലെനിൻ തീരുമാനം മാറ്റി. BJP-യിൽ പോകാമെന്നുറപ്പിച്ചു. ഒട്ടും സമയം കളയാതെ BJP-ക്കാർ ഷാളണിയിച്ച് സ്വീകരണവും നൽകി. പാർട്ടിയെ കുറ്റം പറയുന്നില്ല, പക്ഷേ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ കടുത്ത വിവാദിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബാങ്ക് സഹകരണ മേഖലകളിൽ മുഴുവനും അഴിമതിയുടെ കൂത്തരങ്ങായിക്കൊണ്ടിരിക്കുന്ന ആലത്തൂർ പോലുള്ള പ്രദേശത്ത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മനം നൊന്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ അവഗണന കൊണ്ട് ഞാൻ ഈ BJP-യിലേക്ക് കടന്നു വരാനുള്ള തീരുമാനം എൻ്റെ വ്യക്തിപരമാണ്. എന്നാൽ കോൺഗ്രസിൽ പോകാൻ തീരുമാനിച്ച വിജയനും മറ്റുള്ളവരും തീരുമാനത്തിൽ ഉറച്ചുനിന്നു. വിജയനൊപ്പം മഞ്ഞളൂർ മുൻ ലോക്കൽ സെക്രട്ടറി സുരേന്ദ്രൻ, DYFI പ്രവർത്തകൻ രാഹുൽ, ചകിരാന്തൊടി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സതീഷ് എന്നിവരും ഒപ്പമുണ്ട്. CPM-ൽ കടുത്ത വിഭാഗീയതയാണെന്ന് വിജയൻ. കുഴൽമന്നം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു ഞാൻ. തികച്ചും പ്രാദേശികമായി നടത്തിയ വിഭാഗീയ പ്രവർത്തനം അത് എന്നെ മാനസികമായും കുടുംബപരമായും സാമ്പത്തികമായും തകർത്തു. പിന്നെ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ തൊഴിൽ സംബന്ധിച്ച കാര്യങ്ങളിലാണ് പിന്നെ അവർ ഇടപെട്ടത്. ഇപ്പോൾ 4 വർഷമായി ഞാൻ ജോലിക്ക് പോകുന്നില്ല. തൊഴിൽ തകർക്കുന്ന രീതി, കുടുംബപരമായി തകർക്കുന്ന രീതിയാണ് അവർ എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാതിരിക്കാൻ അവർ ചെയ്തത്. ജനാധിപത്യം എന്ന് പറയുന്നൊരു സംവിധാനം ഇപ്പോൾ പ്രാദേശികമായിട്ടില്ല. ജനാധിപത്യം അവിടെ ഇല്ല. പണാധിപത്യത്തിലേക്ക് പ്രാദേശികമായി പാർട്ടി പ്രവർത്തകർ കടന്നിരിക്കുന്നു, നേതാക്കന്മാർ. ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ ലെനിൻ എന്തുകൊണ്ടാണ് BJP-യിലേക്ക് പോയതെന്ന് അറിയില്ലെന്ന് വിജയൻ. ലെനിൻ്റെ ഫ്ലക്സ് എല്ലാം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇന്ന് കാലത്ത് ചാനലിലെ ആളുകൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ചാനലിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ലെനിൻ BJP-യുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു ഞെട്ടലുണ്ടായി. എന്താ സംഭവം എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തികമായി എന്നെ ആര് സഹായിക്കുന്നുവോ ഞാൻ അവരോടൊപ്പം നിൽക്കും എന്നാണ് പറഞ്ഞത്. കോൺഗ്രസിൽ ചേരുന്ന വിജയനും കൂട്ടർക്കും നാളെയാണ് സ്വീകരണം. ന്യൂസ് മലയാളം, പാലക്കാട്.